ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു മെഴുകുതിരി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. ഇത് വേസ്റ്റായ മെഴുകുതിരികളിലല്ലോ റീയൂസ് എങ്ങനെയാണ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അങ്ങനെയാണ് ഒരു മെഴുകുതിരി ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ട് ഒരു കത്രിക വേണം, പിന്നെ ഒരു പേപ്പർ റോൾ ചെയ്തിട്ട് അതിൻ്റെ നടുവിലോട്ട് ഇങ്ങനെ നൂല് കെട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു മെഴുകുതിരി, പിന്നെ ഒരു ലൈറ്റർ, പിന്നെ ഒരു പ്ലെയർ. ഇതിങ്ങനെ പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇത് ഉരുക്കാൻ പോകുകയാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇരിക്കുക ഈ പാത്രമൊക്കെ ഇങ്ങനെ ഞാൻ മുമ്പേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. അതുകൊണ്ട് ഇതിൽ കുറച്ച് കളറൊക്കെ ചേർത്തിട്ടാണ് ഇത്. അതിൻ്റെ ബാക്കിയാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെയുള്ളത്. ഇത് ചെറുതായി മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഫുള്ള് മെൽട്ടാവട്ടെ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഗൈസ്, ഞാനിവിടെ ഈ പേപ്പർ റോള് ഈ നൂല് കെട്ടി വെച്ചത് ഇങ്ങനെ ഒരു കത്രികേൻ്റെ മേലെ ഇങ്ങനെ തൽക്കാലം ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് നിൽപ്പിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ മെഴുകുതിരി ഒഴുകി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അത് ഒഴിക്കാം. നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. നമ്മളങ്ങനെ ഇതിൻ്റെ ഈ ഒന്നാമത്തെ ട്രിപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ഒരുക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ ഗൈസ്, ഇത് ഫില്ലായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഇതൊന്ന് പൊളിച്ച് നോക്കാം. ഇത് കുറച്ചൊക്കെ ആറിയിട്ടുണ്ട്. അപ്പം നല്ല പതിയെ നമുക്ക് പൊളിച്ച് നോക്കാം. പതിയെ പൊളിച്ചെടുക്കണം. സ്പീഡിലെടുത്ത് അപ്പോഴേ പൊട്ടിപ്പോകും. അത് വളരെ പതിയെ സമയമെടുത്ത് പൊളിച്ചെടുക്കണം. ഇത് ലാസ്റ്റ് ലെയറാണ് ഗൈസ്. വളരെ സൂക്ഷ്മതയോടെ എടുക്കാം. ഇങ്ങോട്ട് അടുത്തെത്തുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒട്ടിപ്പിടിക്കൽ കൂടും. വളരെ പതിയെ എടുക്കണം. ഓക്കെ ഗൈസ്, ഈ അടിഭാഗം കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് പോകട്ടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ മെഴുകുതിരി നല്ല അടിപൊളിയായിട്ടുണ്ടായി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഈ പേപ്പറിന് ചെറിയ പ്രിൻറ്റിങ് ഒക്കെ ഉണ്ട്, അതൊന്നും കാര്യമാക്കണ്ട. നമ്മൾ ഈ മെഴുകുതിരി അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല. ഇവിടെ മേലെ ഭാഗത്ത് ചെറിയൊരിതുണ്ട്, അതൊന്നും പ്രശ്നമില്ല. അടിപൊളിയായിട്ടുണ്ട്. അതിന് നമുക്ക് ഇതിൻ്റെ ഈ നൂല് ഒന്ന് ചെറുതായി മുറിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, നമ്മളിതൊക്കെ മുറിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാം നമ്മൾ ഇതിലോട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതിങ്ങനെ ഒരുപാട് പേര് ഈ മെഴുകുതിരിയൊക്കെ കത്തിച്ച് ബാക്കിയുള്ളതൊക്കെ കളയാണ് ചെയ്യുക. അതിന് പകരം ഒരു മെഴുകുതിരിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വേറെ ഒരുപാട് മെഴുകുതിരി ഉണ്ടാക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ അമർത്തണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരെ ബൈ. താങ്ക്സ് ഫോർ ഓൾ. അപ്പോൾ ഇതൊന്ന് നമുക്ക് കത്തിച്ച് നോക്കാം.